ഇതേപോലെ പഞ്ചസാരയൊക്കെ ഒരുപാട് നിറച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് അതങ്ങ് കട്ട പിടിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഈർപ്പം പിടിച്ചിട്ട് അതങ്ങ് ഒരുമാതിരിയാകും പഞ്ചസാര അല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല വൃത്തിയുള്ള ടൂപ്പിക്കുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 3-4 കുത്തി കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊന്നും കട്ട പിടിക്കാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോഴത്തേനും ഫ്രീസറിനകത്ത് അരമണിക്കൂർ വെച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കത്തിക്കുന്നതിനേക്കാളും ഒന്നുകൂടി അധികം നമുക്ക് കത്തിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഫ്രീസറിനകത്ത് തണുപ്പ് കൊണ്ട് പെട്ടെന്ന് കത്തി ഉരുകി തീരില്ല. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ സിങ്കിനകത്ത് ഇതേപോലെ പരലുപ്പ് കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും. അതിനകത്ത് വരുന്ന ചെറിയ പ്രാണികൾ, പക്കികൾ അതൊക്കെ ചത്തുപോകും. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വാസലിൻ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ മിററൊക്കെ നമുക്ക് തുടച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. അതിനകത്തുള്ള പുള്ളിപ്പാടുകളൊക്കെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം ഒരു പേപ്പർ കഷ്ണം നനച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള പാടുകളെല്ലാം പോയി നല്ല രീതിയിൽ ഗ്ലാസ് വെട്ടിത്തിളങ്ങും. അതിന് ശേഷം നമുക്കൊരു ടവൽ വെച്ചോ എന്തെങ്കിലും തുണി വെച്ചോ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും ആ കണ്ണാടിയിൽ പാടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കെപ്പോഴും നല്ല പുതിയതുപോലെ തന്നെ ഗ്ലാസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ ആദ്യം ഒന്ന് വാസിലൊന്ന് തൊട്ട് കൊടുത്തു. അതിനുശേഷം ഒരു പേപ്പർ കഷ്ണം നനച്ച് തുടച്ചു കൊടുത്തു. പിന്നെ നമുക്കൊരു തുണി വെച്ച് ഇതേപോലെ ക്ലീനാക്കി കൊടുക്കാം.